ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ പൂരാണ് കേട്ടോ. അപ്പോൾ മോൻക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ വെറുതെ വന്നെന്നുള്ളൂ. 1-2 വരവ് കണ്ടു. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതാണല്ലോ. പൂരപ്പറമ്പിലായാലും നേർച്ച സ്ഥലത്തായാലും എവിടെ പോയാലും വെറുതെ ഇതൊക്കെ ഒന്ന് പരിധി നോക്കണമല്ലോ. കാര്യമായിട്ടൊന്നും വായിക്കാനുണ്ടാവില്ല. എന്നാലും ഇതിനെത്രയാണ് അതിനെത്രയാണ് അതെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ഒരു 16 ചോദ്യം ചോദിച്ചിട്ട് വെറുതെ ഒന്നും വാങ്ങിക്കാതെ കൊണ്ട് പോരും. അതാണല്ലോ സ്ഥിരം പതിവ്. പെണ്ണുങ്ങൾക്ക് ലേശം കൗതുകം കൂടുതലാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പരിധി അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ നമ്മൾ ഗോബി മഞ്ചൂരി വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല റേറ്റും കൂടുതൽ. പൂരപ്പറമ്പിൽ സാധാരണ എല്ലാത്തിനും നല്ല വില ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ചങ്ങരംകുളം എക്സ്പോ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാമ്പിനെ പിടിച്ചിരിക്കുന്ന വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്ന് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കട്ടെ. അപ്പോൾ എക്സ്പോ വൻ ഷോ എന്ന് പറഞ്ഞാൽ വൻ ഷോ ഒന്നുമില്ല. 30 രൂപയായിട്ട് അവിടെ എൻട്രി ഫീ വരുന്നത്. പക്ഷേ അതിനുള്ള ഒരു മുതൽ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ കറങ്ങുന്ന സംഭവം ഇത് യന്ത്രൂഞ്ഞാലൊന്നുമല്ല കേട്ടോ. യന്ത്രൂഞ്ഞാലിന് വേറൊരു ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് യന്ത്രൂഞ്ഞാൽ മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു അത് ഫിറ്റാക്കാനുള്ളത്. ലാസ്റ്റ് 2 പേരും പറഞ്ഞ് ചീറ്റിപ്പോയി. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അത് അങ്ങനത്തെ ഒരു റൈഡാണെന്ന്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കാരണം അങ്ങനെ ആയിപ്പോയി. പിന്നെ കുറേ നൊസ്റ്റു ഫീൽ വരുന്ന ഒരുപാട് പണ്ടത്തെ കാലത്തെ മിഠായികളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇതൊരു ഗെയിമാണ്. ഒരു 6 ബോളിന് 50 രൂപയെങ്ങാണ്ടാണ് റേറ്റ്. 6 ബോൾ വെച്ചിട്ട് നമ്മൾ നമ്പറിലേക്ക് കിട്ടുന്ന അങ്ങനെ എന്തോ പറഞ്ഞു. ഞാൻ വെറുതെ ഒന്ന് കളിച്ച് നോക്കി. പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷെ കിട്ടണവരൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ പാത്രങ്ങളൊക്കെ കൈ പിടിച്ച് നടക്കുന്നുണ്ട് എല്ലാവരും ഓരോന്നൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അത്രയും സമ്മാനങ്ങൾ നല്ല റേറ്റുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ട്. TV, ഫ്രിഡ്ജ് അങ്ങനെ പല ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റൈഡിലൊക്കെ കയറിയിട്ട് തിരിച്ചു വന്നു. റൈഡിൽ കയറാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പോയവരാണ് അറിയുന്നുണ്ടാവും എന്തൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ നാട്ടിൽ നേർച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കണ്ടു. ബ്ലോക്കായത് കാരണം അതൊക്കെ ഒന്ന് കാണാൻ പറ്റി. പിന്നെ രാത്രി ആയപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.